മുൻ മുഖ്യമന്ത്രിയും AAP ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. സംഭവം അല്പം സീരിയസ് ആണ്. ഹരിയാനയിലെ BJP സർക്കാർ യമുന നദിയിലെ വെള്ളത്തിൽ വിഷം കലർത്തുന്നുവെന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിന്റെ തെളിവ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ AAP നേതാവിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കിടയിൽ ശത്രുത സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഗുരുതരമായ ആരോപണമാണിത്. അടിസ്ഥാനരഹിതമായ ആരോപണമെന്ന് തെളിഞ്ഞാൽ 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. BJP നഗരത്തിലെ ജലവിതരണത്തിൽ വിഷം കലർത്തി കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും കുറ്റം തന്റെ പാർട്ടിയുടെ ഭരണകൂടത്തിന്റെ മേൽ വരുത്താൻ ശ്രമിക്കുകയാണെന്നും കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഡൽഹിയിലെ ജനങ്ങൾക്ക് ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമാണ് കുടിവെള്ളം ലഭിക്കുന്നത്. എന്നാൽ ഹരിയാന സർക്കാർ യമുനയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന വെള്ളത്തിൽ വിഷം കലർത്തി ഇവിടേക്ക് അയച്ചിരിക്കുന്നു. നമ്മുടെ ഡൽഹി ജൽ ബോർഡ് എഞ്ചിനീയർമാരുടെ ജാഗ്രത മൂലമാണ് ഈ വെള്ളം വിതരണം ചെയ്യുന്നത് തടയാൻ സാധിച്ചതെന്നാണ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ അവകാശപ്പെട്ടത്. എന്നാൽ മുൻ മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തിനെതിരെ ഡൽഹി വാട്ടർ അതോറിറ്റിയിലെ ചീഫ് എഞ്ചിനീയർ തന്നെ രംഗത്ത് വന്നു. ഇത്തരം പ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭയം ജനിപ്പിക്കാൻ കാരണമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കെജ്രിവാളിന് അയച്ച നോട്ടീസിൽ സമാനമായ ആശങ്ക തിരഞ്ഞെടുപ്പ് കമ്മീഷനും പങ്കുവെക്കുന്നുണ്ട്. വോട്ടർമാർ അവരുടെ നേതാക്കൾ പരസ്യമായി പറയുന്നതെന്നും വിശ്വസിക്കുന്ന പ്രവണത കാണിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രസ്താവന സത്യമല്ലെങ്കിൽ അത് വലിയ തോതിൽ ബാധിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. അതേസമയം കെജ്രിവാൾ BJPക്കെതിരെ മറ്റൊരു പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. പാവങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ പണക്കാർക്കൊപ്പമാണ് BJP എന്നും ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ അവസാനിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നുമാണ് കെജ്രിവാൾ തുറന്നടിച്ചത്. ബനിയ വിഭാഗക്കാരനാണ് താനെന്നും സൗജന്യ പദ്ധതികൾക്ക് വേണ്ട പണം എങ്ങനെ കണ്ടെത്തണമെന്ന് തനിക്കറിയാമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു. ഡൽഹിയിലെ ഓരോ കുടുംബങ്ങൾക്കും ആം ആദ്മി സർക്കാർ നേരിട്ട് 25,000-ഓളം രൂപ ആനുകൂല്യമായി നൽകുമ്പോൾ പണക്കാരുടെ കിട്ടാക്കടം എഴുതിത്തള്ളി അവരുടെ സമ്പന്നരായ സുഹൃത്തുക്കളെ സഹായിക്കുകയാണ് BJP ചെയ്യുന്നതെന്നും കെജ്രിവാൾ വിളിച്ചു പറഞ്ഞിരുന്നു. രാജസ്ഥാനിലും ഹരിയാനയിലും ജാട്ട് വിഭാഗങ്ങൾക്ക് ആനുകൂല്യം നൽകുമ്പോൾ ഡൽഹിയിൽ ജാട്ട് സമുദായത്തെ OBC ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കെജ്രിവാൾ പറയുകയുണ്ടായി. ഡൽഹിയിൽ 54 സമുദായങ്ങളാണ് OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ പട്ടികയിൽ ഇത് 50 ആണ്. ഡൽഹിയിൽ ജാട്ടുകൾ OBC പട്ടികയ്ക്ക് പുറത്താണ്. അതായത് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ജാട്ട് സമുദായാംഗത്തിന് ഡൽഹി സർവകലാശാലയിലേക്കോ OBC കോട്ടയിൽ എയിംസിലോ ജോലി നേടാം. എന്നാൽ ഡൽഹിയിലെ ജാട്ട് സമുദായാംഗത്തിന് സാധിക്കില്ല. ഇത് അനീതിയാണെന്നായിരുന്നു കെജ്രിവാൾ പറഞ്ഞത്. സത്യത്തിൽ കേന്ദ്രം പറയുന്നതും ചെയ്യുന്നതും കണ്ണടച്ചിരുട്ടാക്കുകയാണ് ഇവിടുത്തെ നിയമം. ഇത് വെച്ചു പൊറുപ്പിക്കില്ലെന്ന നിലപാടിലാണ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ. ഇനി ദിവസങ്ങൾ മാത്രമാണ് ഡൽഹി തിരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 62 സീറ്റുകൾ നേടിയാണ് ആം ആദ്മി ഭരണം നിലനിർത്തിയത്. ഇക്കുറിയും ഭരണം തുടർച്ച നേടുമെന്നാണ് ആം ആദ്മി അവകാശപ്പെടുന്നത്.